നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നന്ദുവിന് പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അനു ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഡിന്നറിന് വേണ്ടി നന്ദുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനു വന്ന് കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നന്ദു വരുന്നത്. നന്ദു വന്നു കഴിഞ്ഞപ്പം അതിന് കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. ഇന്ന് താൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ബൈക്കുകാരനിട്ട് അറിയാതെ മുട്ടിയെന്നുള്ളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, അനി നീ ഇത് എവിടെ നോക്കിയാ വണ്ടി എടുക്കുന്നേ? കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി വണ്ടി എടുത്താ ശ്രദ്ധിച്ചില്ല, പുള്ളിക്കാരൻ വന്നേന്ന് പറഞ്ഞു. സാരമില്ല, ഇനിയിപ്പോൾ കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലേന്ന് ചോദിച്ചു. കുഴപ്പമില്ലാന്ന് തോന്നേന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് നവീൻ വിളിക്കുന്നത്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇതേ നവീനെ വിളിക്കണേന്ന് പറഞ്ഞു. കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ നവീനായിട്ടും വിളിച്ചാൽ കോൾ എടുക്കണ്ടാത്തേന്ന് ചോദിച്ചു. നമ്മളിപ്പം സന്തോഷമായിട്ടിരുന്ന് ഡിന്നർ കഴിക്കാൻ പോവല്ലേ, ആ സമയത്ത് വേണ്ട. ഇനിയിപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ ചോദിക്കൂ എവിടെയാ എന്താന്നൊക്കെ ചോദിക്കും. അപ്പം നീ പിന്നെ പറയേണ്ടതായിട്ട് വരില്ലേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നവീനായിട്ടും കൂടെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് അനു പറഞ്ഞു. ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾക്ക് രണ്ടുപേർക്ക് ഇടയിലേക്ക് മൂന്നാമതൊരാൾ വരണ്ട, നമ്മൾ രണ്ടുപേരും തനിച്ചു മതിയെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദുവിൻ്റെ കാര്യത്തിൽ. ഒരു പക്ഷെ നവീൻ ഇനിയിപ്പം നന്ദുവിനെ കെട്ടാനായിട്ട് പിന്നാലെ നടക്കുമല്ലേ, അപ്പം പിന്നെ എങ്ങാനും നടന്നാലോ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒഴിവാക്കുമോ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. പോരാത്തേന് ഈ പറയുന്ന നവീനാണെങ്കിൽ നല്ല സ്വഭാവമാണ് താനും. നവീന് ഇഷ്ടമാണ് നന്ദുവിനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദുവിൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ എനിക്കറിയാം. നന്ദുവിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നവീന് ഇഷ്ടമെന്നുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് രണ്ടുപേരും തമ്മിൽ അകറ്റി നിർത്തിയേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് നവീനെ വിളിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അനി പറയുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവരിന്ന് ഡിന്നറൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പ് 2-3 പ്രാവശ്യമാണെങ്കിലും നന്ദു അനിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഫുഡ് കഴിക്കാനൊക്കെ വരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഫ്ലോപ്പായി പോയി, അവർക്ക് ഒരുമിച്ച് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് എന്താണെങ്കിലും അതിൻ്റെ കേടും കാര്യങ്ങളൊക്കെ തീർത്ത് നല്ലൊരു പാർട്ട് തന്നെയാണ് അനി നന്ദുവിന് കൊടുത്തത്. പിന്നീട് നന്ദു പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അമ്മയ്ക്ക് 100 സംശയങ്ങളായിരുന്നു. എത്ര വട്ടം അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടെന്നറിയോ ഇങ്ങോട്ടേക്ക് വന്നേ. ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അറിയാലോ, അനാമിയായിട്ട് ഡിവോഴ്സ് നടന്നതിന് ശേഷം നിന്നെ സ്വന്തമാക്കാന്ന് കരുതി ഞാനിരിക്കുക. പക്ഷെ അവൾ അങ്ങനെ വിട്ടൊഴിയുന്ന ലക്ഷണം കാണുന്നില്ല. അവള് എന്നെ ചുറ്റി വരിഞ്ഞിരിക്കുക. എങ്ങനെയെങ്കിലും അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. നന്ദു പറഞ്ഞു, ധൃതിയൊന്നും വെക്കണ്ട ഇനി, സമയമുണ്ടല്ലോ. അറിയാലോ, എൻ്റെ വീട്ടുകാരുടെ കാര്യം അറിയാലോ, അവരുടെ സമ്മതം ഇല്ലാതെ എനിക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ ആയി. ആ സമയത്ത് നന്ദു പറഞ്ഞു, ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി വേറെ വിവാഹങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം, അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കല്യാണാലോചനയായിട്ട് അവർ വന്നേനെന്ന് പറഞ്ഞു. പക്ഷെ എത്ര നാൾ എനിക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട. അവളുടെ ഡിവോഴ്സ് നടത്തിയ ഉടനെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീട്ടിൽ പറയും. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. എന്ത് റിസ്ക് എടുത്താണെങ്കിൽ ശരി, ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പം അവളുമായിട്ട് ഡിവോഴ്സ് നടക്കുന്നോടം വരെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നന്ദു ചോദിച്ചു, അതെന്താ നീ നിനക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്താന്ന് ചോദിച്ചു. ഞാനങ്ങോട്ട് പറഞ്ഞോന്നുള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് നയനെ കനക വിളിക്കുന്നുണ്ട്. കനക വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് നയനയോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. അതെ, നന്ദു എന്ത് ഇതുവരെയായിട്ടും വന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നന്ദുവിന് എന്തൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. മീറ്റിങ്ങോ? അതെ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നന്ദൂട്ടൻ്റെ കാര്യത്തിൽ. കാരണം അവളിപ്പോൾ SI ശരി തന്നെ, പക്ഷേ എങ്കിൽ അനി അവളും തമ്മിൽ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ. നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അതൊക്കെ അമ്മയ്ക്ക് വരെ തോന്നാന്ന് പറഞ്ഞു. അതൊന്നും അല്ല, നന്ദൂട്ടിനെ കുറിച്ച് അറിയാലോ. ഇന്നാളും ആ ജോത്സ്യനെ കണ്ടുകഴിഞ്ഞപ്പോൾ ജോത്സ്യൻ പറഞ്ഞ് നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നാ പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ എന്തിനാ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നേ, അതിൻ്റെ കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് കനകയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കനകയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നവീച്ച എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നായിരുന്നൊക്കെ. അത് കേട്ടപ്പോൾ കനകയ്ക്കും ടെൻഷനായി. മോളെ സൂക്ഷിക്കണം, അവള് ആ അബീയുടെ അടുത്തുനിന്നൊക്കെയല്ലേ വരുന്നേ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, നിന്റെ ചേച്ചിയൊക്കെ തന്നെ ആയിരിക്കും, എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നല്ല. ഇനിയിപ്പോൾ അവൾ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുമായിട്ട് അധികം കമ്പനിക്കൊന്നും പോകണ്ട. കാര്യം പറഞ്ഞ എൻ്റെ മോളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണേന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. നയനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്ക് ചെല്ലാനായിട്ട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്.
എലിസബത്ത് ആന്റിയെ കൂട്ടിക്കൊണ്ട് വേണം ചെല്ലാനായിട്ട്. അങ്ങനെ രാവിലെ തന്നെ നയന ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഒരുങ്ങുമ്പോഴത്തേനും ആദർശ് വന്നു. ആദർശ് വന്ന് എങ്ങോട്ട് എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞപ്പം ആദർശ് പറഞ്ഞു ഞാനും കൂടെ വരാം. വേണ്ട ആദർശേട്ടാ, ആദർശേട്ടന് കുറെ ജോലിയുള്ളല്ലേ, എൻ്റെ കൂടെ എലിസബത്ത് ആന്റി വന്നോളും, ഞാൻ എലിസബത്ത് ആന്റിയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നയനിക്ക് ആദർശനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. മുത്തച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ എലിസബത്തിനെയും കൂട്ടിക്കൊണ്ടാണ് നയന കാവിലേക്ക് പോകുന്നത്. കാരണം കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നയനിക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും, മുത്തശ്ശൻ എന്തായിരിക്കും തന്നോട് പറയാൻ ഉള്ളതെന്നൊരു ചിന്ത. ഈ സമയത്ത് മുത്തശ്ശൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേനും മുത്തശ്ശി എങ്ങോട്ടാ എന്താന്നൊക്കെ ചോദിച്ചു. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് നയനമോളുടെ മനസ്സ് ഒരു കാരണവശാലും വേദനിക്കരുതെന്ന്. അതുകൊണ്ട് വസുന്ധരെ, എന്താണെങ്കിലും ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചു. എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നയനയുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് മുത്തശ്ശന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൻ്റെ. ഒരു പക്ഷേ സത്യങ്ങളൊക്കെ നയനെങ്കിലും അറിയുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പം എന്താണെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കില്ലെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എലിസബത്തും നയനയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ മുത്തശ്ശൻ നയനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. പോയിട്ട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ നയനോട് പറയുന്നുണ്ട്. മോള് വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ അവൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശത്രുക്കളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. എനിക്കറിയാം അവൻ നല്ല കഴിവുള്ളവനാണ്, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോന. അവന് പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കൾ ആരാന്ന് അറിയാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, മുത്തശ്ശ ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്. ഈ പറയുന്ന ഡേവിഡ് അല്ല എൻ ജ്വല്ലറിയുടെ MD. അയാൾക്ക് പിന്നിൽ ആരോ ഒന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അബിയെ അയാൾ അവിടെ വെച്ച് വാഴിക്കണമെങ്കിൽ അബിക്കും അയാളുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നാ തോന്നേ. ഒരു പക്ഷേങ്കിൽ അതൊരു കാരണവശാലും ആദർശേൻ്റെ ശത്രുവല്ല, മുത്തശ്ശൻ്റെ ശത്രുവായിരിക്കും. മുത്തശ്ശനെ അറിയാവുന്ന ആരോ ആണ് കളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെനിക്കും തോന്നിയ കാര്യം മോളെ. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആദർശനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ എത്രയാന്ന് പറഞ്ഞാലും ഞങ്ങളോട് ദേഷ്യം കാണിക്കാൻ പറ്റില്ല. ആദർശനെ അത്രമാത്രം മുത്തശ്ശൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാ മുത്തശ്ശൻ ഇപ്പം എത്ര ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞാലും ആദർശേട്ടന് മുത്തശ്ശനോട് ദേഷ്യമൊന്നും ഇല്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അധികം വൈകാതെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും, സത്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം. പിന്നെ ഈ കാര്യം മോളോട് ഞാൻ തുറന്നു പറഞ്ഞ മോളുടെ മനസ്സ് വേദനിക്കണ്ടെന്ന് കരുതിയിട്ടാ. മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയമല്ലേ, ഒരു കാരണവശാലും ഇത് ആദർശം അറിയാൻ പാടില്ല, അറിയാലോ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇല്ല മുത്തശ്ശ, ഞാൻ ആദർശനോട് പറയില്ല എന്ന് പറഞ്ഞു. സത്യങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷം മാത്രം മതി. അതുവരെ ഞാൻ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത്. മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മുത്തശ്ശനെ വിളിച്ച് പറയാൻ മടിക്കരുത്. പിന്നെ എലിസബത്തിന്റെ കാര്യം, എലിസബത്തിനെ ഞാനാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എലിസബത്ത് ആന്റിയുടെ കാര്യത്തിൽ മുത്തശ്ശനായിരിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെ മോളെ, കാരണം നിന്നെ നോക്കാനായിട്ട് നല്ലൊരാൾ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എലിസബത്ത് ആൾ വിശ്വസ്തയാണ്, പിന്നെ നന്നായിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും. പിന്നെ ചടങ്ങിന് ഞാൻ വന്നില്ലെന്ന് കരുതിയിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ മോൾക്ക് ഞാനാണ് ആ നെക്ലേസ് സെലക്ട് ചെയ്ത് തന്നു വിട്ടേന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഇരട്ടി സന്തോഷമായി. മുത്തശ്ശൻ തനിക്ക് വേണ്ടി 3-ാം മാസം ചടങ്ങിന് വേണ്ടിയിട്ട് ആ നെക്ലേസൊക്കെ തന്നു വിട്ടെ. അപ്പം മുത്തശ്ശിയെ കൊണ്ട് തന്നത്. പക്ഷെ മുത്തശ്ശനൊന്നും ഒരിക്കലും കരുതിയില്ല. നയനയ്ക്ക് നല്ല സന്തോഷമാവുകയും ചെയ്തു. ഒടുവിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടാണ് മുത്തശ്ശൻ നയനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നയനെ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ഡേവിഡ് നാഗേന്ദ്രനെ കാണാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. നമ്മുടെ കമ്പനി ശത്രുക്കൾ ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ പറയുന്ന ആരൊക്കെ ചേർന്ന് നമ്മളെ ചതിക്കുന്നുണ്ടെന്ന് തോന്നേ. കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറിക്ക് ഇത്ര പെട്ടെന്ന് വിജയം കൈവരിക്കാൻ സാധിക്കില്ല. അവരെ എന്താ ഏതെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഡേവിഡിനോട് കർശന നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഡേവിഡ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കമ്പനി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണമായിരിക്കും വിധിക്കുന്ന ശിക്ഷ. ആ കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് അനിയുടെ അടുത്തേക്ക് അവന്തിക എന്തു. അനിയുടെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണമല്ലോ. പിന്നീട് അവന്തിക എന്നിട്ട് പറഞ്ഞു, അനിയേട്ട, അനിയനൊപ്പം ഞാനും ഒന്ന് ഓഫീസിലേക്ക് വരട്ടേന്ന് ചോദിച്ചു. എന്തിന്? അല്ല, വെറുതെ ഒന്ന് കണ്ടക്കി ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അനി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല. എനിക്കറിയാം വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അവന്തികയാണെങ്കിൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഒന്നും അല്ലെങ്കിലും അവന്തികയുടെ നേരത്തെ സ്വഭാവം എങ്ങനെയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. പിന്നീട് അവന്തി പറഞ്ഞു, എന്താ അനിയേട്ടാ, ഞാൻ അനിയണ്ണോടൊപ്പം വന്നിട്ടുണ്ടെങ്കിൽ അനിയണ്ണും ബുദ്ധിമുട്ടാണോ? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ല. പിന്നെ കമ്പനി കാര്യങ്ങൾ അറിയാലോ,
ഞാനിപ്പോൾ അവിടെ MD കസേരയിൽ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ആദർശേട്ടനാണ് ഏറ്റവും യോഗ്യൻ ആ കസേരയിൽ ഇരിക്കാനായിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്താണെങ്കിലും ആദർശേട്ടൻ തന്നെ ആ കസേരയിലേക്ക് വരും. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനെന്ന് പറഞ്ഞു. അധികം വൈകാതെ തന്നെ ആദർശേട്ടൻ ആ കസേരയിലേക്ക് വരുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്തേക്ക് ടെൻഷനായി. കാരണം ആദർശ അനിയുമായിട്ട് കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി ഏൻ ജ്വല്ലറിക്ക് പഴയതുപോലെ കുതിച്ചു വരാൻ പറ്റില്ല. ആദർശ് പുറത്ത് തന്നെ നിൽക്കണം. കമ്പനിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ സർവ്വനാശമായിരിക്കും. അതിനുവേണ്ടി എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. എന്തെങ്കിലും പ്ലാനുകളൊക്കെ മെനയണം എന്നൊക്കെ അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.